ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം സവിശേഷ സേവനം ലഭ്യമാക്കാൻ പ്രീ ബുക്കിംഗ് സൗകര്യം. വിളിക്കേണ്ട നമ്പർ 8714191129. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മന്ത്രി MP രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. LDFന്റെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. മേലെ പട്ടാമ്പി രാജപ്രസം ഓട്ടോത്തിൽ നടന്ന കൺവെൻഷൻ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പണ്ടൊരു BJPയുടെ നേതാവ്, ചെറിയ നേതാവല്ല വലിയ നേതാവാണ് പറഞ്ഞത്, പ്രകടന പത്രികയിൽ എന്തെല്ലാം പറയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കും എന്ന് ചോദിച്ചു. അദ്ദേഹം പിന്നീട് ഗവർണറൊക്കെ ആയിട്ടുള്ള ആളാണ്. എന്നാൽ പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യവും ചെയ്യാനുള്ളതാണ് എന്നും അത് ചെയ്യുന്നതിൻ്റെ പുരോഗതി അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദിത്വമുണ്ട് എന്നും സ്വയമാ ചുമതല ഏറ്റെടുത്ത ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. നിങ്ങൾ നോക്കിക്കോളൂ, ഏത് വാക്കാണ് പാലിക്കാത്തത്? ക്ഷേമ പെൻഷന്റെ കാര്യം എടുക്കുക. ക്ഷേമ പെൻഷൻ എന്നൊരാശയം തന്നെ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ച് നടപ്പാക്കിയത് LDF ഗവൺമെന്റാണ്. കർഷക തൊഴിലാളി പെൻഷൻ 80-ൽ നായനാരുടെ ഗവൺമെന്റാണ് ആദ്യം കൊണ്ടുവന്നത്. തൊഴിലില്ലായ്മ വേതന ആണ് കൊണ്ടുവന്നത്. കേരളത്തിലെ വലതുപക്ഷം ഒന്നടങ്കം, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ UDF, BJP മാത്രമല്ല, മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. എന്താ പറഞ്ഞതെന്നറിയോ? ആളുകളെ മടിയന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് പണം കൊടുക്കുക, പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് പെൻഷൻ വാങ്ങാണത്രേ. ഇതായിരുന്നു പുച്ഛം, പരിഹാസം, പാഴ്ചെലവാണ്, ദുർവ്യയമാണ് എന്നെല്ലാം പ്രചരിപ്പിച്ചവരാണ്. AV അബു അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് മോസിൻ MLA, LDF നേതാക്കളായ TK നാരായണദാസ്, NP വിനയകുമാർ, T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, ED ശ്രീജ, O ലക്ഷ്മിക്കുട്ടി, പ്രൊഫസർ CP ചിത്ര, K ഗോപാലകൃഷ്ണൻ, MP മുഹമ്മദ് ഷാഫി, KP അജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 29 ഡിവിഷനുള്ള നഗരസഭയിൽ 25 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. KC ഷാജി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. നിലവിലെ മെമ്പർമാരായിരുന്ന PK കവിത, P ആനന്ദവല്ലി, P വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ട്.